ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മുളക് ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെയും അതുപോലെ കപ്പ പുഴുങ്ങിയെടുത്തതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റിയാണ്. വെറും 2 മിനിറ്റ് മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ആദ്യം കുറച്ച് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു വെളുത്തുള്ളിയുടെ മുഴുവനും അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 4-5 ചുമന്നുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ മിക്സിയിലിട്ടിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. കൂടുതൽ അങ്ങ് പേസ്റ്റ് ആവരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചെടുത്ത് വന്നാൽ മതി. ഇപ്പം ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവത്തിൽ വേണം ചതച്ചെടുക്കാൻ, കൂടുതൽ അങ്ങ് പേസ്റ്റായി പോവരുത് കേട്ടോ. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് ഇപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കാൻ പോണത് ഒരു 3 ടേബിൾ സ്പൂണോളം ഉണക്കമുളക് ക്രഷ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഇത്രയും പോകുന്ന ഒരു വാളൻ പുളിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോണത് ആവശ്യത്തിന് ഉപ്പാണ്. ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും 3 ടേബിൾ സ്പൂണോളം തന്നെ വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. കൈ കൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ വീഡിയോ ആയതുകൊണ്ട് തന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്യണത് കാണുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കാണിക്കണത്. അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, പിന്നെ നല്ല എരിവുണ്ട്. ഇത് കപ്പ പുഴുങ്ങിയതിൻ്റെയൊക്കെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ മാത്രമല്ല, ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാം കേട്ടോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.